വൈഭവിന്റെ നിറഞ്ഞാട്ടം അത് തുടരുകയാണ്. ക്രിക്കറ്റ് ചരിത്രം പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചാലും ഇതുപോലൊരു കാഴ്ചകൾ പരിമിതമാണ്. സിക്സറുകൾ അവനിലുണ്ടാക്കുന്ന ആവേശം ആ കണ്ണുകളിൽ അത് വ്യക്തമാണ്. എതിരാളികൾ ഇനി അവന് മുന്നിലേക്ക് ആത്മവിശ്വാസത്തിൽ എത്തില്ലെന്നുറപ്പ്. പെയ്തൊഴിഞ്ഞ മഴയ്ക്കപ്പുറം ഓവർ 11 പരിമിതപ്പെടുത്തിയ പോരാട്ടമാണ്. ത്രില്ലർ വിരുന്നുറപ്പെങ്കിലും രാജസ്ഥാൻ കരുതി വെച്ചത് ഇതുപോലെന്ന് ആര് കരുതാനാണ്? ജയ്സ്വാൾ എന്നൊരു 24-കാരൻ നനഞ്ഞ മൈതാനത്ത് തീ പടർത്തിയ ഒരു വെടിക്കെട്ടിന് തിരികൊളുത്തി. ഒരറ്റത്ത് വൈഭവും ചേർന്നതോടെ പേര് കേട്ട പെരുങ്കളിയാട്ടത്തിന്റെ അമരക്കാർക്ക് കാഴ്ചക്കാരാകാനാണ് വിധി. ടോസ് നേടി രാജസ്ഥാന് ബാറ്റിംഗിന് അയച്ച നിമിഷമോർത്ത് ഹാർദിക് ഒരുപാട് പരിതപിച്ചിരിക്കണം. ജയ്സ്വാളിന്റെ ഒരു തുടക്കം, പിന്നെ അതിന് 10 മടങ്ങ് തനിയാവർത്തനം. പിങ്ക് നിറം ചാലിച്ച ഗ്യാലറിയിൽ ആവേശം വാനോളം. ബോൾട്ടിനെയും ബുംറയെയും എല്ലാം നേരിടാൻ ഞങ്ങൾ കാത്തുവെച്ചത് ഈ വൈഭവ് എന്ന പോൽ ഡഗ്ഔട്ടിൽ രാജസ്ഥാന്റെ പുഞ്ചിരി. IPL-ലെ അത്യന്തം അപകടം തീർക്കാൻ കെൽപ്പുള്ളൊരു ഓപ്പണിംഗ് ഇവരല്ലാതെ മറ്റാരാണ്? 14 പന്തുകളിൽ വൈഭവിന്റെ 39. ശേഷമെല്ലാം ജയ്സ്വാളിൽ ഭദ്രം. ഹർദിക്കിന്റെ തന്ത്രങ്ങളെല്ലാം പൊളിച്ചെടുത്ത് രാജസ്ഥാൻ പുതുചരിത്രമെഴുതി. 32-ൽ 77-മായി ഒരു ജയ്സ്വാൾ ത്രില്ലർ. 11 ഓവറിൽ മുംബൈക്ക് ലക്ഷ്യം 151. എന്നാൽ കൂറ്റനടികളിൽ തിരിച്ചടി കാണാൻ കൊതിച്ചിരുന്ന നീലപ്പടയുടെ ആരാധകരെ ക്ഷമിച്ചേക്കുക. എത്ര മനോഹരമായാണ് രാജസ്ഥാൻ പന്തെറിഞ്ഞത്! എത്ര കൃത്യതയോടെയാണവർ വമ്പന്മാരെ പിടിച്ചു കെട്ടിയത്! ഏത് ലക്ഷ്യവും മറികടക്കാൻ പോന്ന സംഘത്തെ തന്ത്രങ്ങൾ മെനഞ്ഞ് പിടിച്ചുകെട്ടി. റിക്കൾച്ചനും രോഹിത്തും സൂര്യനും ഹാർദിക്കുമെല്ലാം പരാജിതരായി മടങ്ങി. നായകനാ പരാഗിന്റെ മികവിന് അഭിനന്ദനങ്ങൾ ചൊരിയാതെ വയ്യ. ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന ശരീരഭാഷയിൽ തന്നെ രാജസ്ഥാൻ പകുതി ജയിച്ചിരുന്നു. സന്ദീപ് ശർമ്മയും ബിഷ്ണോയും ബർഗറും 2 വിക്കറ്റുകൾ വീതം കൊയ്ത് മുംബൈയെ വരിഞ്ഞു മുറുക്കുന്നു. ഒടുവിൽ 27 റൺസിന്റെ വിജയത്തേരിൽ രാജസ്ഥാൻ പുഞ്ചിരിച്ചു. കിരീട നേട്ടത്തിന്റെ പ്രവചനങ്ങളിൽ ഇനി അവരുമുണ്ടാകും. കാരണം അത്ഭുത പിറവിയെടുത്തൊരു മനുഷ്യൻ അവർക്കായി അത്ഭുതം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഒരു ജയ്സ്വാളും പോരിനിറങ്ങിയാൽ പിടിച്ചു കെട്ടുകയത് അപ്രാപ്യം. കിരീട ഫേവറേറ്റുകൾക്ക് ചങ്കിടിപ്പിന്റെ വേഗതയിൽ ഇതെല്ലാം കണ്ടു തീർക്കാം. ചിലപ്പോൾ ഇനി ഈ കാലം അവർക്കായി ഒരു കിരീടം കാത്തുവെച്ചിരിക്കാം.